ന്യായമായ നിരക്ക് പരിഷ്കരണവും നിയമവിരുദ്ധ ബൈക്ക് ടാക്സി അവസാനിപ്പിക്കലും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുൻനിർത്തി ജൂലൈ 21 മുതൽ സംസ്ഥാന വ്യാപകമായി അനിശ്ചിതകാല ഓഫ്ലൈൻ സമരം നടത്താനൊരുങ്ങി ഓൾ കേരള ഓൺലൈൻ ഡ്രൈവേഴ്സ് യൂണിയൻ അലയൻസ്. സംഘടനയുടെ നേതൃത്വത്തിൽ യൂബർ, ഓല, റാപ്പിഡോ, കേരള സവാരി എന്നീ പ്ലാറ്റ്ഫോമുകൾക്കെതിരെയാണ് സമരം. വിവിധ ജില്ലകളിൽ നിന്നുള്ള എല്ലാ ഓൺലൈൻ ടാക്സി ഡ്രൈവർ സംഘടനകളും ട്രേഡ് യൂണിയനുകളും സമരത്തിൽ അണിനിരക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് കമ്മ്യൂണിറ്റിയുടെ പേരിൽ ഈ വരുന്ന 21-ാം തീയതി അനിശ്ചിത കാലത്തേക്ക് നമ്മളൊരു ഓൺലൈൻ സമര പരിപാടി ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ഓൺലൈൻ ടാക്സി മേഖല ഇന്ന് നേരിടുന്ന റേറ്റിന്റെ പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് വരുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന ചെലവ്, ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരനായ ഒരു ഡ്രൈവറിന് അവന്റെ ദൈനംദിന ചെലവുകൾ പോലും നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് വളരെ സങ്കടകരമായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ് കർഷകരുടെ മരണം അല്ലെങ്കിൽ കർഷകരുടെ ആത്മഹത്യ എന്നുള്ളത്. കടമെടുത്ത് അത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുന്ന ഓരോ കർഷകരും ആത്മഹത്യ ചെയ്യുന്ന വാർത്ത നമ്മൾ വളരെ ദുഃഖപൂർണമായിട്ട് കണ്ടിട്ടുള്ള ഒരു സമൂഹമാണ്. പക്ഷെ ഇനി വലിയ താമസമില്ലാതെ തന്നെ പറയാൻ പറ്റും, ഓൺലൈൻ ടാക്സി ഡ്രൈവറും ആത്മഹത്യ ചെയ്തു, ഓൺലൈൻ ടാക്സി ഡ്രൈവറും കുടുംബവും ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ഒരു കാലം അത്ര വിദൂരമല്ലാത്ത ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതുമായിട്ട് സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികാരികൾക്കും അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായ യൂബർ, റാപ്പിഡോ, ഓല എന്നിവർക്ക് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ കേരള സവാരി ഘട്ടം ഘട്ടമായിട്ട് നിവേദനങ്ങൾ പല പ്രാവശ്യം നൽകിയെങ്കിലും നമുക്ക് അനുകൂലമായ ഒരു നിലപാട് ആരും തന്നെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കടുത്ത തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഈ 21-ാം തീയതി തുടങ്ങി വെക്കുന്ന അനിശ്ചിതകാല ഓഫ്ലൈൻ സമരം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഓൾ കേരള ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ വരുന്ന ജൂലൈ 21 മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ടാക്സി ഡ്രൈവർമാരും അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നത്. നിലവിൽ നമ്മൾ എല്ലാ കമ്പനികൾക്കും ഡിമാൻഡ് നോട്ടീസ് നൽകി കഴിഞ്ഞു. കാരണം നിലവിൽ നമുക്ക് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഏകീകൃത നിരക്ക് കമ്പനികൾ തരാൻ തയ്യാറാവുന്നില്ല. സർക്കാർ ഇവിടെ ഒരു അഗ്രിഗേറ്റർ പോളിസി നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ കമ്പനികൾ ഈ അഗ്രിഗേറ്റർ ലൈസൻസ് എടുത്തുകൊണ്ട് തൊഴിലാളികളെ വഞ്ചിക്കുന്ന രീതിയിലുള്ള ഫെയർ സിസ്റ്റമാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ടാക്സി തൊഴിലാളിക്ക് മിനിമം കിട്ടേണ്ട ഫെയർ, ബേസ് ഫെയർ 200 രൂപയും 5 കിലോമീറ്റർ കഴിഞ്ഞാൽ 18 രൂപയും ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന ഫെയറിൽ ഇന്ന് ഓൺലൈൻ ടാക്സികൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് 10 കിലോമീറ്ററിന് 100 രൂപ, 130 രൂപ. അതിൽ കൂടി വരുന്ന കിലോമീറ്ററുകൾക്ക് വെറും 10 രൂപ, 12 രൂപയൊക്കെ വെച്ചാണ് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രൂഫുകളും കാര്യങ്ങളും എല്ലാം ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ ഈ ഓൺലൈൻ ടാക്സി കമ്പനികളുടെ ചൂഷണങ്ങൾക്കെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഡ്രൈവർമാർ ഒറ്റക്കെട്ടായി ഒന്നിച്ച് ഒരു സമരത്തിലോട്ട് നീങ്ങുകയാണ്. ഇതിന് കമ്പനിയുടെ ഭാഗത്തു നിന്നും ഇതുവരെ നമുക്ക് ഒരു ചർച്ചയ്ക്കോ ഒന്നിനും വിളിച്ചിട്ടുമില്ല. കൂടാതെ സർക്കാർ കൂടി ഇതിൽ ഇടപെട്ട് ശക്തമായ ഒരു ഫെയർ സിസ്റ്റം കേരളത്തിൽ നടപ്പിലാക്കണമെന്നും, കൂടാതെ ഈ ഓൺലൈൻ ടാക്സി കമ്പനികൾ അനധികൃത വൈറ്റ് ബോർഡ് ബൈക്കുകൾ സഞ്ചാരത്തിനായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിന്റെ നിയമത്തിൽ ഒരു വാഹനം കസ്റ്റമറെ കൊണ്ടുപോകുന്നതാണെങ്കിൽ അതിന് ടാക്സും പെർമിറ്റും എല്ലാം എടുത്ത് ശരിയായ രീതിയിൽ ഒരു ടാക്സി വാഹനമായി രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇവിടെ നിരത്തിലിറക്കാൻ അനുവാദമുള്ളൂ. ഈ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ഓൺലൈൻ ടാക്സി കമ്പനികൾ നിലവിൽ
സാധാരണ പാസഞ്ചർ ബൈക്കുകളെ കമ്പനികളുമായി അറ്റാച്ച് ചെയ്തുകൊണ്ട് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമൂലം ഇപ്പോൾ ഒരു പാസഞ്ചറുമായി പോകുന്ന ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ നിലവിൽ ഇൻഷുറൻസ് പോലും കിട്ടാത്തൊരവസ്ഥയാണ് ഇങ്ങനെയുള്ള ടാക്സി സർവീസുകൾ കൊണ്ട് കിട്ടാൻ പോകുന്നത്. അതായത് ടാക്സി വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അതിന് ഇൻഷുറൻസും തക്കതായ പരിഗണനകളും സർക്കാരിൽ നിന്നും കമ്പനികളിൽ നിന്നും ലഭിക്കുന്നതാണ്. അതേസമയം ഒരു പ്രൈവറ്റ് വാഹനത്തിൽ നമ്മൾ അത് ടാക്സി ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് ഇൻഷുറൻസ് നൽകാനുള്ള യാതൊരു മാനദണ്ഡവുമില്ല. അപ്പോൾ ഇതെല്ലാം അധികാരികൾ കണക്കിലെടുത്ത് നല്ല ഒരു തീരുമാനം നാളെ ഈ ടാക്സി ഡ്രൈവർമാരുടെ ഭാവിക്കായി നല്ലൊരു തീരുമാനം കൈക്കൊള്ളണമെന്നാണ് കമ്പനികളോടും സർക്കാരിനോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എല്ലാ ട്രേഡ് യൂണിയനുകളും, കേരളത്തിലുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും സംഘടനകളും വാട്സപ്പ് കൂട്ടായ്മകളും എല്ലാവരും ഉൾപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉണ്ട്. നിലവിൽ CITU EJCDU ന്റെ വക്താവും ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ OTDU-ന്റെ വക്താവും പിന്നെ എല്ലാവരും നമ്മളുടെ കൂടെ തന്നെയാണ്. ഇപ്പൊ നിലവിൽ ഇത് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഓൾ കേരള ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ അലയൻസ് എന്നൊരു പ്ലാറ്റ്ഫോമിലൂടെയാണ് എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. ഏതാണ്ട് 45,000-ഓളം വരുന്ന ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരാണ് നിലവിൽ ഇന്ന് കേരളത്തിൽ ജോലി ചെയ്യുന്നത്. ഞങ്ങളുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. എല്ലാ ഡ്രൈവർമാരും ഈ എല്ലാ യൂണിയനുകളിലും സംഘടനകളിലും പെടുന്ന ആളുകളാണ്. കൂടിപ്പോയാൽ ഒരു 10,000 ആളുകൾ യൂണിയനിലൊന്നും പെടാതെ സ്വതന്ത്രമായി ഓടുന്നവരുണ്ടാവും. ബാക്കി എല്ലാവരും എല്ലാ യൂണിയനുകളിലും സംഘടനകളിലും ഉള്ളവർ തന്നെയാണ്. അതായത് സ്വന്തമായി വാഹനം എടുത്ത് ഓടിക്കുന്നതും വണ്ടി വാടകയ്ക്ക് എടുത്ത് ഓടിക്കുന്നവരുമായാണ് 45,000 ഡ്രൈവർമാർ നിലവിൽ ഓൺലൈൻ ടാക്സി സർവീസ് നടത്തുന്നത്. എല്ലാ ജില്ലകളിലേക്കും ഞങ്ങൾ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം, പിന്നെ കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂര്, അതെ ഇത്തരം ഡിസ്ട്രിക്റ്റുകളിലാണ് ഉള്ളത് ഇപ്പൊ നിലവിലുള്ളത്. ഊബർ ആണെങ്കിലും ശരി, ഊബർ കോഴിക്കോട് സർവീസ് എല്ലായിടത്തും. ഇപ്പൊ ഇവിടെ നമ്മൾ കാസർഗോഡ് പോയാലും നമുക്ക് വണ്ടി കിട്ടും എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകുന്ന വണ്ടികളുടെ റിട്ടേൺ ആണ് പോകുന്നത്. പക്ഷെ ഈ റിട്ടേൺ വരുന്ന വണ്ടികൾക്ക് ഇവർ അങ്ങോട്ട് പോകുന്ന ചാർജ് ഇങ്ങോട്ട് കൊടുക്കുന്നില്ല. എല്ലാ ഓൺലൈൻ കമ്പനിയും കൊടുക്കാത്തതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇതുവരെ. അങ്ങോട്ട് പോകുന്ന പെട്രോൾ തന്നെ ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇന്ധനം ഉപയോഗിച്ചിട്ടല്ല ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അതിനകത്ത് എന്താ മാറ്റം വരുന്ന? ഇവർക്ക് എന്താണ് അതുകൊണ്ട് ലാഭം? പക്ഷെ ഇവര് അതിൽ നിന്ന് അമിത ലാഭം ഉണ്ടാക്കില്ല. ഞങ്ങൾ ആ കിട്ടുന്ന റേറ്റില് എടുത്തിങ്ങോട്ട് എങ്ങനെയെങ്കിലും ഓടി വരാൻ ശ്രമിക്കുമ്പോഴേക്കും ഇവരെന്ത് ചെയ്യും? അതിൽ നിന്നും നല്ലൊരു കമ്മീഷൻ അടിച്ച് മാറ്റാനുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് ഒരു ഏകീകരണ റേറ്റും ഉണ്ടാക്കണം. അല്ലാതെ അവർക്ക് തോന്നുമ്പോ ഒരു റേറ്റ്, ഇന്ന് രാവിലെ ഒരു റേറ്റ് ആണെങ്കിൽ ഒരു 10 മണി കഴിഞ്ഞാൽ വേറൊരു റേറ്റാ. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ സർജ് എന്നും പറഞ്ഞു കഴിഞ്ഞ് നേരെ കസ്റ്റമറെ കൊല്ലാൻ വരും. പക്ഷെ ആ സിസ്റ്റം ഒക്കെ മാറ്റിയിട്ട് ഗവൺമെന്റ് ഇതിനകത്ത് ഇടപെടണം. പല മാറി മാറി വരുന്ന ഗവൺമെന്റുകളെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ഞങ്ങൾക്കൊരു അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഇവര് പറയുന്നത് ന്യായമാണെന്ന ഇവർ ഇന്ന് വരെ ഇതിനൊരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷെ അതിന് ഗവൺമെന്റ്, ഇപ്പോൾ ഉള്ള ഗവൺമെന്റെങ്കിലും ഇതിനൊരു നല്ലൊരു തീരുമാനം ഉണ്ടാകണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ സാധനങ്ങൾക്ക് എക്കത്തിനും വില കൂട്ടിയിട്ടുണ്ട്. പെട്രോളിന് 10 രൂപയിലധികം കൂട്ടിയിട്ടുണ്ട്. ഒന്നും വേണ്ട, നിങ്ങൾ തന്നെ ഒരു ചായ കുടിക്കാൻ ഒരു ഹോട്ടലിലേക്ക് കയറി കഴിഞ്ഞാൽ 10 രൂപ കിട്ടിയിരുന്ന ചായ ഇന്ന് 15 രൂപ കിട്ടണം. 5 രൂപ കൂട്ടിയാലും നിങ്ങൾ കൊടുത്ത് കുടിക്കണം. പോട്ടെ, ഒരു ബിരിയാണി കഴിക്കാം, ഉച്ചക്ക് ഒരു ലഞ്ച് കഴിക്കാൻ ചെല്ലേ 100 രൂപ കിട്ടിയിരുന്ന അല്ലെങ്കിൽ 110 രൂപ കിട്ടിയിരുന്ന ബിരിയാണി ഇന്ന് 200 രൂപ കൊടുത്തിട്ട് വാങ്ങിക്കണം. ഒരു കുഴപ്പമില്ല. അതായത് സമയത്തിനകത്ത് കയറി ഇന്ന് ശാപാട് കഴിച്ച് 200 രൂപ കൊടുത്തിട്ട് പോയി. ഞങ്ങൾ ഓടുന്ന ഞങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ ഈ റേറ്റ് കുറഞ്ഞു പോയി, കസ്റ്റമറിനോട് പറയും ഈ റേറ്റ് കുറഞ്ഞു പോയി, ഞങ്ങൾക്ക് എന്തെങ്കിലും ഭേദപ്പെടുത്താൻ ക്യാൻസൽ ചെയ്ത് പോവുകയാണ്. പക്ഷെ അത്ര പോലും മനസ്സിലാക്കുന്നില്ല ഇവര്. ഇത് ഈ റേറ്റാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ 12 രൂപ അല്ലെങ്കിൽ 13 രൂപയാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഇന്ധനം അടിക്കണ്ടേ? ഇന്ധനം അടിക്കണം, വീട്ടുകാര്യങ്ങളിൽ നോക്കണം, കുട്ടികളുടെ പഠനം, ഇതെല്ലാം ഇതിനകത്ത് കൊള്ളുന്നതാണ് ഈ 13 രൂപയില്. അപ്പൊ ഇവരെന്തുകൊണ്ട് ഇവരുടെ കമ്മീഷൻ കൊടുക്കുന്നില്ല? കമ്മീഷൻ കൂട്ടി പോവുകയാണ്. ഏകദേശം 35-38% കമ്മീഷൻ വരികയാണ് ഒരു ട്രിപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ടാക്സ് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ പിടിക്കുന്നത് 5%. എനിക്ക് മനസ്സിലാവുന്നത് അത് എന്തിനാണ് ഈ ടാക്സ് പിടിക്കുന്നത് എന്നുള്ളത്. ഏകദേശം നമുക്ക് ആനുവൽ ഇൻകം ഒരു 12 lakhs എബൌട്ട് 12 lakhs ആണെങ്കിൽ മാത്രം നമ്മൾ ടാക്സ് കൊടുത്താൽ മതി. ഇത് അതിന് താഴെ വരുന്നവരോട് ടാക്സ് മേടിക്കേണ്ട കാര്യം എന്തിരിക്കും? അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ പറഞ്ഞ ടാക്സ് ഇവരെടുക്കുന്നുണ്ട്
ഈ റാപ്പിഡോ എന്തുകൊണ്ട് എടുക്കുന്നില്ല? റാപ്പിഡോ എടുക്കുന്ന ആ റീചാർജിന് മാത്രമേ അവർ ചാർജ് എടുക്കുന്നുള്ളൂ. ഒരു 80 രൂപക്കാണ് നമ്മൾ, അല്ലെങ്കിൽ 69 രൂപക്കാണ് ചാർജിന് 82 കൊടുത്താൽ മതി. 82 രൂപ 13 രൂപ അതിനകത്ത് ടാക്സ് ഇനത്തിൽ പോകുന്നുള്ളൂ. പക്ഷെ ഇവർ അങ്ങനെയല്ല ചെയ്യണം. ഇതിങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുന്ന പൈസ. ആദ്യമേ ഇവര് തുടങ്ങിയ സമയത്ത് ഇവർ എന്താണ് ചെയ്തിരുന്നത്? ഈ ഊബർ കമ്പനി ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നു. അവരെന്താ ചെയ്തത്? ആദ്യം ഡ്രൈവറിനെ കയ്യിലെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ 1000 രൂപ കൂടി കഴിഞ്ഞാൽ 1000 രൂപ ഇൻസെന്റീവ്. എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും ആളുകൾ വന്ന് കയറി എറണാകുളം തിങ്ങി കഴിഞ്ഞപ്പോഴൊക്കെ അവർ അടുത്ത ഡിസ്ട്രിക്റ്റിലേക്ക് കൊടുത്തു. പിന്നെ അവർ കസ്റ്റമറെ കയ്യിലെടുത്തു. രണ്ടുപേരും ഒതുങ്ങി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? രണ്ടുപേരും രക്തം കുടിക്കേണ്ടി വരും. പറഞ്ഞത് ഇത്തരം ഈ കൊള്ള കമ്മീഷൻ എടുക്കുന്നത് അവസാനിപ്പിക്കണം. അതിനകത്ത് ഗവൺമെന്റ് മാന്യമായിട്ട് തന്നെ ഇടപെട്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഞങ്ങൾ ഈ സമരത്തോടു കൂടി ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമസ്കാരം. എങ്ങനെയാണ് സമരം ചെയ്യുന്നത്? സമരം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓഫ്ലൈനാണ്. മനസ്സിലായില്ല. ഓഫ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഓഫ്ലൈൻ ചെയ്യും. ഓഫ്ലൈൻ ചെയ്യുന്ന ഓൺലൈനിൽ വരുന്ന ട്രിപ്പുകൾ നമ്മൾ എടുക്കില്ല. ഓൺലൈൻ വരാമല്ലോ. ഓഫ്ലൈൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഓടില്ലാന്നല്ലേ? അതെ, ഓഫ്ലൈൻ അങ്ങനെ ചെയ്യുന്ന ഓഫ്ലൈൻ ചെയ്യുന്ന നമുക്ക് ആ ഒരു രീതിയിലല്ലേ സമരം ചെയ്യാൻ പറ്റുള്ളൂ. വരുന്ന ട്രിപ്പുകൾ എടുക്കുന്നില്ല എന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉള്ളൂ. എല്ലാ ആളുകളും സമരത്തിന് പോകുന്ന ആളുകൾ അങ്ങനെയാണ്. പിന്നെ പറഞ്ഞല്ലോ, ചെറിയൊരു പെർസെന്റേജ് ഉണ്ടാവാം. യാതൊരു യൂണിയനിലും അല്ലെങ്കിൽ വാട്സപ്പ് കൂട്ടായ്മകളിലും പ്രവർത്തിക്കാത്ത ചെറിയൊരു ശതമാനം ഉണ്ടാവും. പക്ഷെ അവരിലേക്കും ഇതിന്റെ ബോധവൽക്കരണം നടത്തുന്നുണ്ട്, ഇതിന്റെ ആവശ്യകത എന്താണെന്നുള്ളത്. ഈ റേറ്റ് ഉൾപ്പെടെ കമ്പനികൾ നിശ്ചയിക്കുന്നതിൽ എന്തെങ്കിലും സർക്കാരിന്റെ ഇടപെടലോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു കൺട്രോളോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിലവിൽ സർക്കാർ ഇന്ന് വരെയിട്ടും ഈ റേറ്റിന്റെ കാര്യത്തിൽ ഇന്ന് വരെയിട്ടും ഇടപെട്ടില്ല. സർക്കാർ നിശ്ചയിച്ച റേറ്റാണ് 18 രൂപ കിലോമീറ്ററിന്. 18 രൂപ മിനിമം 200 രൂപ. അത് 6 വർഷത്തിന് മുമ്പാണ്. ഈ പെട്രോളിന് വില കൂട്ടിയിട്ട് സർക്കാരിന് കാണാൻ കഴിയില്ല. സർക്കാർ എല്ലാത്തിനും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതാണ്. ഇപ്പൊ നമ്മളുടെ ഇവിടെ എന്താണ് പറയുന്നത്, ഇൻഫോ പാർക്കില് അമേരിക്കൻ കമ്പനിയിൽ നിന്ന് കുറച്ച് ആളുകളെ പുറത്തിറക്കി, നിയമവിരുദ്ധമായിട്ട് അവരെ പുറത്തിറക്കി. ഗവൺമെന്റ് ഉടനെ അതിനകത്ത് ഇടപെട്ടില്ലേ? ആളുകളൊക്കെ ചെന്നില്ല. അവിടെ മാധ്യമപ്രവർത്തകർ എല്ലാവരും നിങ്ങൾ ചെന്നതാണ്. ഞങ്ങളുടെ ഈ കാര്യം വർഷങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരെങ്കിലും ഇടപെട്ട ഇത്ര നാള് ഞങ്ങൾ ഇത് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി എന്താണ് ഇനി ഈ ഗവൺമെന്റ് ചെയ്യാൻ പോണെന്നൊന്നും അറിയില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഇനിയും വേണമെങ്കിൽ ഒന്നുകൂടി ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായിട്ട് ഇന്റർസിറ്റി ട്രിപ്പുകൾ എറണാകുളം ജില്ലക്ക് പുറത്തോട്ട് പോയാൽ ഈ ആലപ്പുഴ, മൂന്നാർ, തൃശ്ശൂർ ഭാഗങ്ങളിലെല്ലാം ഇന്റർസിറ്റി ട്രിപ്പായിട്ട് എറണാകുളത്ത് പോകുന്ന ടാക്സി ഡ്രൈവേഴ്സിന് ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ടാണ്. അവിടെയുള്ള പ്രാദേശിക ടാക്സിക്കാരായിട്ട് എന്നും പ്രശ്നങ്ങളാണ്. അത് ഗവൺമെന്റ് തലത്തിൽ ഏത് രീതിയിൽ പറഞ്ഞാലും ഗവൺമെന്റ് അതിനകത്ത് ഉൾപ്പെടില്ല. പോലീസ് പോലും അവിടുത്തെ ലോക്കൽ സപ്പോർട്ട് മാത്രമേ. മൂന്നാറ് 10-12 ആക്സിഡന്റ്, അവിടെ ഇൻസിഡന്റുകൾ ഉണ്ടായിട്ട് പോലും ഗവൺമെന്റ് തലത്തിൽ ഒരു അന്വേഷണമില്ല. പോലീസ് അത് കോംപ്രമൈസ് ചെയ്ത് തിരിച്ച് ആ പ്രശ്നം തീർത്തുള്ളൂ. ഇന്റർസിറ്റി ട്രിപ്പറായിട്ട് പോകുന്ന ഒരു ഡ്രൈവർക്കും ഒരു സുരക്ഷയില്ല. കമ്പനിയുടെ ഭാഗത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യം വേണ്ടി മാത്രം പോയത്. നമ്മുടെ ധൈര്യം വെച്ചിട്ട് നമ്മളൊരാളെ ആലപ്പുഴ കൊണ്ട് ഇറക്കി തിരിച്ചവിടെ നിന്ന് വരുമ്പോൾ ഇവിടുന്ന് കമ്പനി തരുന്ന 21 രൂപ 60 പൈസയാണ് 1 കിലോമീറ്റർ. അവിടുന്ന് കാലി ഓടി പോകേണ്ട അവസ്ഥയാണ്. ഈ കാലി ഓടി പോന്നാൽ ഇതിന്റെ പകുതി പൈസ പോലും നമുക്ക് ഇവിടെ തിരിച്ചു കിട്ടില്ല. ഇതേ വഴി തന്നെ തിരിച്ചു ഓടിച്ചു വരണം. അവിടെ നിന്ന് ട്രിപ്പ് എടുക്കാൻ വെയിറ്റ് ചെയ്താൽ അവിടുത്തെ പ്രാദേശിക ടാക്സിക്കാര് നല്ല രീതിയിൽ നമ്മളായിട്ട് ഫൈറ്റ് ആണ്. എന്നും പ്രശ്നങ്ങളാണ്. അത് പറഞ്ഞവരെ നമുക്ക് സർക്കാർ തലത്തിലോ അവരെ പറഞ്ഞ് തിരുത്താനോ പോലീസ് അധികാരികളുടെ തലത്തിലോ ഇതുവരെ സർക്കാരോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനികളോ അവിടെ വന്ന് ചർച്ചയ്ക്ക് വന്നിട്ടില്ല. നമ്മുടെ ഡ്രൈവേഴ്സ് അവിടെ നിന്ന് ഇടികിട്ടിയും കാറ് തല്ലിപ്പൊളിച്ചും പല കേസുകളായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ആ കാര്യത്തിൽ കമ്പനി ഇതുവരെ ഇടപെട്ടിട്ടില്ല. ഊബറോ ഓലയോ ഒന്നും ഇടപെട്ടിട്ടില്ല. അത് അത്യാവശ്യമായിട്ട് കമ്പനിയുടെ ഭാഗത്തു നിന്ന് കമ്പനി മറ്റുള്ള ജില്ലകളിൽ പോകുമ്പോൾ, എറണാകുളം ജില്ലയ്ക്ക് പുറത്തോട്ട് പോകുമ്പോൾ അവര് നമുക്കൊരു പരീക്ഷ തരേണ്ടതാണ്. ഇൻഷുറൻസ് പരീക്ഷയില്ല, അല്ലാതെ അവിടെ നിന്ന് കിട്ടുന്ന പ്രശ്നങ്ങൾ, അവിടെ നിന്ന് വണ്ടി തല്ലി പൊളിക്കുക, ടയർ കുത്തി പൊളിക്കുക, ഒത്തിരി പ്രശ്നങ്ങൾ മറ്റുള്ള ജില്ലകളുണ്ട്. ആ ജില്ലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രശ്നങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്, അധികാരികളുടെ ഭാഗത്തുനിന്ന്, കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു സുരക്ഷ ഓൺലൈൻ ടാക്സി കമ്പനികൾക്ക് കൊടുക്കുന്നില്ല, ഒരു ഡ്രൈവർക്കും കൊടുക്കുന്നില്ല. എല്ലാ ഡ്രൈവറും എല്ലാ ജില്ലകളിലും ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇത് പുറത്തു പറയാൻ പേടിയായതുകൊണ്ട് തന്നെ ആരും പറയില്ല. അടി കിട്ടിയാൽ അവിടെ നിന്ന് തിരിച്ചു വരും. അപ്പൊ അത് അത്യാവശ്യമായിട്ട് ഗവൺമെന്റ് ശ്രദ്ധയിൽ വരുന്ന കാര്യമാണ്. ഈ ഫെയറിന്റെ കാര്യത്തിൽ ഒരു തരത്തിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ സർക്കാരിന് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡ്രൈവേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകും. പക്ഷെ പിന്നീട് ഇപ്പൊ പുതിയ സർക്കാർ വന്നപ്പോഴത്തേക്ക് അതിന്റെ പ്രവർത്തനം ഏതാണ്ട് അവർ നിർത്തുന്ന മട്ടിലേക്ക് പോവുകയാണ്. കേരള സവാരി കൊണ്ടാണ് അവർ കൊണ്ടുവന്നത്. ഇപ്പൊ പുതിയ സർക്കാരിനെ എന്ത് പറ്റുന്നില്ല, അവര് കൊച്ചി, തിരുവനന്തപുരം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തോടും അവർ ബ്ലോക്ക് ചെയ്യുക. ഇത് ഇൻട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ അവൈലബിൾ അല്ല, ഓൾറെഡി ബ്ലോക്കാണ്. പെട്ടെന്നുണ്ടായിരുന്നു ഒരു 1.5 ആഴ്ച 2 ആഴ്ച മുമ്പ് ഉണ്ടായതാണ്. ഇത് ബ്ലോക്ക് ആയതോടുകൂടി ഒന്നുകൂടെ റേറ്റ് കൊടുത്ത് അവർ കമ്മീഷൻ കൊടുക്കും.
അതായത് 250 രൂപ 300 രൂപ കമ്മീഷൻ എടുത്തുകൊണ്ടിരുന്നത് ഇപ്പൊ 600 700 രൂപ കമ്മീഷൻ എടുത്തു. അപ്പൊ ഇതൊരു വലിയ ഇഷ്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് പോയാൽ നമ്മൾ ഈ 11 രൂപയ്ക്കോ 12 രൂപയ്ക്കോ ഒരു എന്ത് കിട്ടാൻ കാരണം ആ ഒരു രീതിയിലെ റണ്ണിങ് കോസ്റ്റാണ്, മെയിൻ്റനൻസ് എല്ലാം കഴിഞ്ഞു. ഇതൊന്നും വെറുതെ വണ്ടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പുതിയ ഇപ്പൊ വരുന്ന ചെറുപ്പക്കാരെ പറ്റിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ റെന്റൽ വണ്ടി 1000 രൂപ 1300 രൂപ വണ്ടി റെന്റ് എടുക്കുന്നത്. 800 രൂപ CNG അടിച്ച് അവർ ഓടിച്ചിട്ട് 1200 എവിടെ ഉണ്ടാകും. 16 തൊട്ട് 20 മണിക്കൂർ വരെ വണ്ടിക്ക് എടുക്കാനാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. വെറുതെ ചൂഷണം ചെയ്യാണ് ഈ പറഞ്ഞ യുവാക്കളെ മുക്കും. പരമാവധി അവർക്ക് ചിലപ്പോൾ ഒരു 3 മാസം ഇന്ന് നാളെ പ്രതീക്ഷയിലാണ് ഡെയിലി കഴിയുന്ന പൈസ അടങ്ങി 3-4 മാസം ഇവർ ഉപയോഗിച്ചിട്ടു അടുത്ത ആൾ വരും ഒരു വലിയ പരസ്യം കൊടുക്കും. നിങ്ങൾക്ക് 70,000 രൂപ മാസം ഏണിങ്സ് കിട്ടും, അല്ലെങ്കിൽ 80,000 രൂപ കിട്ടും. ആ കിട്ടുന്നത് ഇവരുടെ കമ്മീഷൻ ഒന്നും കിട്ടും. ഇത് പല പ്രാവശ്യവും നമ്മുടെ സമരത്തിലേക്ക് പോകുമ്പോൾ ഓവർ തന്നെ ഈ സമരം പൊളിക്കാനായിട്ട് പല രീതിയിൽ മാർക്കറ്റിൽ അതായത് ഉപയോഗിക്കാതെ കിടക്കുന്ന പ്രൈവറ്റ് വണ്ടികൾ പോലും ഈ സമര സമയത്ത് അവർ ഓപ്പൺ ചെയ്തു ഓടിക്കുന്നു. അതുപോലെ സമരത്തിലാക്കുന്നവരെ അലാറമായിട്ട് ബ്ലോക്ക് ചെയ്യുക. അല്ലാതെ ഒരു പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. കസ്റ്റമർ പലതരത്തിലുള്ള കസ്റ്റമേഴ്സ് കയറും, അവർ പല ഡിമാൻഡുകളും കാണും. ചുമ്മാ നമ്മളോടൊന്ന് ചോദിക്കാതെ തന്നെ അവരെന്തെങ്കിലും ഒരു ഇതിട്ട് കഴിഞ്ഞ് അപ്പോഴേ ബ്ലോക്ക് ചെയ്ത് വെക്കുക. ചിലപ്പോൾ നമ്മൾ ആ വണ്ടിക്ക് ഭക്ഷണം കഴിക്കുന്നതായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ ഭക്ഷണം കഴിച്ചാൽ അടുത്ത് കയറുന്ന ഒരു ഇപ്പോഴും സർവീസ് നടന്നുകൊണ്ടിരിക്കുന്ന അടുത്ത് വരുന്ന ആളുകൾ സ്മെല്ലോ എന്തെങ്കിലും വരും, അവിടെ കഴിക്കരുതെന്ന് പറയും. അവരെന്താ പറഞ്ഞാൽ നമുക്ക് ഇതിൽ റിപ്പോർട്ട് ചെയ്യും, പിന്നെ നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കരുതെന്ന് പറയും. ഇതൊക്കെ പ്രശ്നമാണ്. അല്ലെങ്കിൽ അവർ ആഹാരം കഴിച്ച് വേസ്റ്റ് ചെയ്തിട്ട് ചിലർ വന്നിട്ട് വണ്ടി യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യും. അത് നമ്മൾ ക്ലീൻ ചെയ്ത് ഇന്റർ ക്ലീനിങ് 2500 രൂപ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്ത് അപ്പഴേ കൊടുക്കും. ഇതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. ഇതൊന്നും ഒരു കമ്പനിയും ഇന്നേ വരെ നമുക്ക് വേണ്ടി സഹായിച്ചില്ല. പിന്നെ ഈ കേരള സവാരി എന്ന് പറഞ്ഞ സാധനം കഴിഞ്ഞ സർക്കാർ കൊണ്ടിട്ട് ഇപ്പോൾ അതൊരു അത്യാവശ്യം പേര് കിട്ടുകയും ഇതുവരെ കമ്മീഷനോ അങ്ങനെ കാര്യങ്ങളൊന്നും അത് എടുത്തിട്ടില്ല. പക്ഷെ ഇപ്പൊ അത് മൊത്തത്തിൽ അവരത് ഇപ്പോഴത്തെ സർക്കാർ അത് ഇല്ലാണ്ടാക്കാനുള്ള നല്ല ഈ കോർപ്പറേറ്റ് കമ്പനിയുടെ സമ്മർദ്ദമാണോ ഇല്ലയോ നമുക്കറിയില്ല. കേൾക്കുന്നത് അങ്ങനെയാണ്. ഊബറിന്റെ സമ്മർദ്ദം കാരണമാണ് ഇൻഡസ്ട്രികളെല്ലാം ബ്ലോക്ക് ചെയ്തതാണ്. ഇപ്പൊ തിരുവനന്തപുരത്തൊരു കാര്യം കൂടിയുണ്ട്. PCC നിർബന്ധമാക്കിയിരിക്കുകയാണ്. രാത്രിയിലോടുന്ന ഡ്രൈവർമാർക്ക് PCC നിർബന്ധമാക്കിയിരിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും തൂഫാൻ പോലുള്ള പദ്ധതികളോട് ഈ ഓൺലൈൻ മേഖലയിലുള്ള എല്ലാ സംഘടനകളും മാക്സിമം അത് ചേർന്നേ ഉള്ളൂ. കാരണം അതൊന്നും വെച്ച് പുലർത്തിക്കൊണ്ട് പോകാനായിട്ട് ഈ പറയുന്ന ഞങ്ങൾ ആരും തന്നെ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. പക്ഷെ എന്നിരുന്നാലും ഡ്രൈവർമാരെല്ലാവരും തന്നെ അത്തരത്തിലുള്ള ആൾക്കാരല്ല. കാരണം നിങ്ങൾക്ക് പലർക്കും അറിയാതിരിക്കും, വെളുപ്പിനാണെങ്കിലും രാത്രിയാണെങ്കിലും ഒക്കെ ഓൺലൈൻ ടാക്സി വിളിക്കുന്ന ആൾക്കാര് വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നിങ്ങളെല്ലാരെയും ഡെസ്റ്റിനേഷനിൽ എത്തിക്കുന്നത്. ഈ പറഞ്ഞു വന്നത് എല്ലാ ഡ്രൈവർമാരും ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്നവരല്ല. എന്നാൽ ഞങ്ങൾക്ക് തന്നെ അറിയാം ഞങ്ങളിൽ ചിലർ അത്തരത്തിലുണ്ടോന്നുണ്ട്. അതൊരു പിടിക്കപ്പെടണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ മാച്ച് സിസ്റ്റത്തിൽ ട്രിപ്പ് വന്നാൽ ഒരു സിഗ്നലിലോ റൗണ്ട് അബൌട്ടിലോ അടുത്ത് വരുമ്പോൾ ഈ മാച്ച് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഈ മാച്ച് കാണിച്ചാൽ നമ്മൾ മാച്ചിൽ പ്രസ് ചെയ്താൽ കൺഫേം ആവില്ല. ഇത് 13 ഡ്രൈവർക്ക് പോയിട്ടിരിക്കും ഈ ഇൻഡിക്കേഷൻ. ഏതെങ്കിലും ഒരു ഡ്രൈവർക്ക് മാത്രമേ കൺഫേം ആവുള്ളൂ. ബാക്കി 12 ഡ്രൈവർ ആ സീറ്റിലെ ട്രാഫിക് ജനറേറ്റ് ചെയ്യും, ആക്സിഡന്റ് ജനറേറ്റ് ചെയ്യും. ഇത് കമ്പനി ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൺഫേം ആയിട്ട് കൊടുക്കും. കമ്പനി ഇത് മാച്ച് സിസ്റ്റത്തിലോട്ട് വന്നാൽ ബാക്കി 12 ഡ്രൈവറും ഇതിന്റെ പുറകിൽ ഇത് ടച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഡ്രൈവ് ചെയ്യണം, ശ്രദ്ധിക്കണം. അതിന്റെ ഒപ്പമാണ് കമ്പനി നമ്മളോട് ചെയ്യുന്നത്. നമ്മുടെ ഒരു കൺഫർമേഷൻ ഫോട്ടോയ്ക്ക് വേണ്ടി നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള ലീഗലി അവർ വണ്ടി സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ 10 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ വണ്ടി സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഒരു ഫോട്ടോ അവർക്ക് കൊടുക്കാൻ നമ്മുടെ ഫോട്ടോ സെൽഫി ചോദിച്ചാൽ കൊടുത്തേ പറ്റും. പക്ഷെ ആ കമ്പനി തന്നെ നമ്മളെ ഈ മാച്ച് സിസ്റ്റത്തിലൂടെ നമ്മൾ എത്രത്തോളം അപകടകരമായി വണ്ടി ഓടിപ്പിക്കുന്നു. ഇത് റൗണ്ട് ബോട്ടം വരാം, സിഗ്നൽ വരാം, ഇത് എവിടെ വരുമെന്ന് അറിയില്ല. അപ്പൊ ഇത് കൺഫേം ട്രിപ്പ് കൺഫേം ആയിട്ട് തന്നെ ആർക്ക് വന്നാലും അത് കൺഫേം ആയിട്ട് നമ്മൾ 13 പേർക്ക് വന്നാലും ഒരാൾക്ക് കിട്ടിയാലും അത് കൺഫേം ആയിരിക്കണം. ബാക്കി 12 പേര് ഇതിന്റെ പുറകില് ബുദ്ധിമുട്ടിലാക്കരുത്. കമ്പനി ആദ്യം ഇങ്ങനെ കൺഫേം ആയിരുന്നു. ഇപ്പോ ആള് കൂടി, ഡിമാൻഡ് കൂടിയില്ല, ഡ്രൈവർ കൂടി. അപ്പൊ ഈ 13 ഡ്രൈവറെയും ഇതിന്റെ ഈ ആപ്പിൽ തന്നെ ഇരുത്താൻ വേണ്ടിയുള്ള ടെക്നിക്കാണ്. മറ്റൊരു ആപ്പിലോട്ട് ആരും പോകരുത് എന്നുള്ള സിസ്റ്റമാണ് ഊബർ. എല്ലാം ഒരേ ഒരു ട്രിപ്പ് 10 പേർക്ക് കേട്ടാണ് അടിക്കുന്നത്. അപ്പൊ അതില് ഏറ്റവും ഫാസ്റ്റ് പ്രോസസറുള്ള ഫോണാണ് ഈ ആൾക്ക്. അങ്ങനത്തെ ഒരു തലക്കിടിയാണ് ഇത്. ഒരു ട്രിപ്പിന്റെ ഏർണിങ്സിന്റെ ഒരു ഇതാണ്. അതായത് നമുക്ക് ഒരു ഡ്രൈവർക്ക് വന്നിരിക്കുന്ന ട്രിപ്പാണ്, 19 കിലോമീറ്റർ ട്രിപ്പാണ്. ഇതിൽ കമ്പനി മേടിക്കുന്നത്
379 രൂപയാണ് കമ്പനി മേടിക്കുന്നത്. ഡ്രൈവർക്ക് കൊടുക്കുന്നത് 282 രൂപയാണ് ഡ്രൈവർക്ക് കൊടുക്കുന്നത്. 19 കിലോമീറ്റർ ശരിക്കും നമുക്ക് വാഹനത്തിന്റെ കോസ്റ്റ് തന്നെ ഈ ഒരു 379 ഈ പറഞ്ഞ ഫ്യൂൽ കോസ്റ്റും റണ്ണിങ് കോസ്റ്റും എല്ലാം കൂടി മുതലാവില്ല. അപ്പോ ഇതിലിപ്പോ വന്നിരിക്കുന്നത് വെച്ചാല് 14 രൂപയാണ് ഒരു കിലോമീറ്ററിന് കമ്പനി ഡ്രൈവർമാർക്ക് നൽകുന്നത്. പിന്നെ ഇത് ഊബറിന്റെ കേട്ടോ, ഇത് ഊബറിന്റെ സ്ക്രീൻഷോട്ടാണ്. ഇത് ഓല എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഓക്കെ, ഗവൺമെന്റ് നമുക്ക് നിശ്ചയിച്ചിരിക്കുന്നത് 5 കിലോമീറ്റർ 170 രൂപയാണ് മിനിമം ബേസ് ഫെയർ. അത് 10 വർഷം മുമ്പത്തെ ബേസ് ഫെയർ ആണ്. ഇന്നും അതിന് ഗവൺമെന്റ് മാറ്റം വരുത്തിയിട്ടില്ല. എങ്കിൽ പോലും ഈ ഓല എന്ന കമ്പനി ഡ്രൈവർക്ക് 10 കിലോമീറ്റർ പോകാനായിട്ട് 65 രൂപയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഒരു 10 ലക്ഷം രൂപയുടെ ഒരു വാഹനം നമ്മൾ ടാക്സി ആക്കി നിരത്തിലിറക്കിയിട്ട് സത്യത്തിൽ നമുക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണ്. കാരണം ഈ കമ്പനികൾ ഇപ്പോ ഓല എന്ന കമ്പനി റേറ്റ് കുറക്കുമ്പോൾ ഇപ്പൊ ഒരു 64 രൂപ കൊണ്ടുവരും. അപ്പൊ ഊബർ എന്ന കമ്പനി ട്രിപ്പ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെക്കാളും 10 രൂപ താഴ്ത്തി കൊടുക്കും. അപ്പൊ റാപ്പിഡ് വരും, അവർ അതിലും 10 രൂപ നേരെ 25 രൂപയിലോട്ട് പോകും ചിലപ്പോ ഭാവിയിൽ. അപ്പോ ഇത് ഡ്രൈവർമാരെ കണക്കാക്കുന്നില്ല, ഡ്രൈവർമാരുടെ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നില്ല, നമ്മുടെ ഒരു കോസ്റ്റോ ഒന്നിനെ പറ്റി ചിന്തിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാല് നിലവിൽ പ്രാദേശിക ടാക്സികൾ നമ്മൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജോലി ചെയ്യുന്നത്. സത്യത്തിൽ ഇത്തരം കമ്പനികള് ഈ ഗവൺമെന്റ് ഒരു ഫെയർ സിസ്റ്റത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പ്രാദേശിക ടാക്സികൾക്കും, അവരും പറയുന്നത് ഗവൺമെന്റ് ഫെയർ ആണ്, ഈ പ്രാദേശിക ടാക്സികൾക്കും ഇത്തരം ആപ്പുകൾ ഉപയോഗിച്ച് ജോലി ചെയ്യാൻ പറ്റും. ഇതൊരു ജോലി സാധ്യതയാണ്. അപ്പോ അതും കൂടി ഗവൺമെന്റ് ഇടപെട്ടിട്ട് അങ്ങനെ ഒരു സിസ്റ്റം കൂടി കൊണ്ടുവന്നാൽ ഈ കേരളത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഒരേ രീതിയിൽ തന്നെ തൊഴിൽ ഉറപ്പാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗണേശൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് പുള്ളി ഒരു ഇത് വെളിപ്പെടുത്തിയിരുന്നു. ഈ ഓൺലൈൻ ടാക്സി കമ്പനികൾക്ക് ഇവിടെ പ്രവർത്തിക്കാനുള്ള ലൈസൻസ് ഇല്ല. 10 വർഷത്തിലേറെയായിട്ട് ഇവരിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ഈ ഗവൺമെന്റ് കണ്ടില്ല? മാറി വരുന്ന ഗവൺമെന്റുകൾ ആരും ശ്രദ്ധിച്ചില്ല. ഒരു മുനിസിപ്പാലിറ്റി വണ്ടി തള്ളിക്കൊണ്ട് ഈ കപ്പലണ്ടി കച്ചവടം നടത്തുന്ന ഒരു വ്യക്തി, അവനെ ചെന്ന് ഇവര് ചെക്ക് ചെയ്യാറുണ്ട്. ഈ മുനിസിപ്പാലിറ്റി അവരുടെ ചെന്ന് ലൈസൻസ് ഉണ്ടാകുന്നു. ലൈസൻസ് ഇല്ലെങ്കിൽ എന്താ അപ്പൊ തന്നെ തല്ലിപ്പൊളിക്കുക അല്ലെങ്കിൽ മറിച്ചിടുക. എന്ത് ഈ കമ്പനികൾ മറിച്ചിടാതിരുന്നവര് എന്തുകൊണ്ട് ഇത് അന്വേഷിച്ചില്ല? ഇപ്പൊ പറയുന്ന ലൈസൻസ് കൊടുക്കുന്നത് എന്ത് മാനദണ്ഡത്തിലാണ് ഇവർക്ക് ലൈസൻസ് കൊടുത്തേക്കുന്നത്? ഞങ്ങൾക്കൊന്നും അറിയണ്ടേ? അഗ്രിഗേറ്റ് പോളിസി ആണെന്നുണ്ടെങ്കിൽ ആ പോളിസി പ്രകാരമാണ് ഇവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരിങ്ങനെ അനധികൃതമായിട്ട് ഈ റേറ്റ് കുറച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെന്തുകൊണ്ട് ഗവൺമെന്റ് അതിനകത്ത് ഗവൺമെന്റ് തന്നെയല്ലേ ഫിക്സ് ചെയ്തേക്കുന്നത്. മിനിമം 200 രൂപയും കിലോമീറ്ററിന് 18 രൂപയും ആ റേറ്റ് കിട്ടുന്നുണ്ടെന്ന് ഇവർ അന്വേഷിക്കണ്ടേ? ഇത് അന്വേഷിച്ചിട്ടില്ലല്ലേ ഇതുവരെ കിട്ടും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ സമരത്തിലേക്ക് നീങ്ങേണ്ട വല്ല കാര്യമുണ്ട്? ഒരാവശ്യമില്ല. അപ്പൊ അത് ഗവൺമെന്റുകൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട. ലൈസൻസ് ഇല്ലാത്തവർക്ക് ലൈസൻസ് കൊടുത്ത് ഇനിയിപ്പോ അവർക്ക് തോന്നിയ പോലെ ഇവിടെ പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തേക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ? ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളിങ്ങനെ ട്രിപ്പ് കിട്ടുമ്പോഴത്തേക്ക് ഓടും. അത് തന്നെ. അപ്പൊ നോക്കുമ്പോൾ ഇതിനിപ്പോ 13 രൂപ 14 രൂപ അല്ലെങ്കിൽ 12 രൂപയൊക്കെയാണ് റേറ്റ് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇത്തരം റേറ്റ് കുറച്ച് ഞങ്ങൾക്ക് ഓടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ചെയ്യരുത് എന്ന് പറയുന്നത് വേറെ കൊണ്ടല്ല, അടുത്തത് കയറുന്ന കസ്റ്റമർ കയറുമ്പോൾ ഒരുപക്ഷെ വണ്ടി ഓടിക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽ അത് പെടത്തില്ല. എന്തെങ്കിലും ഫുഡിന്റെ വേസ്റ്റ് സീറ്റിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ആള് കയറുന്ന ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ അത് അങ്ങ് ചെളിയാവും. അപ്പൊ ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഇത്തരത്തിൽ ചെയ്യരുത് എന്ന് പറയുന്നത്. പക്ഷെ അത് പറയുമ്പോഴത്തേക്കും ഇവര് ആ ഒരു ദേഷ്യത്തിൽ അങ്ങ് ഒരു റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ സംഭവിക്കുന്നത് ആ ഡ്രൈവറിന്റെ അക്കൗണ്ട് ബ്ലോക്ക് ആകുകയാണ്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഈ പഴയ വാഹനങ്ങൾ എന്ന് പറഞ്ഞാല് കേരള MVD ഫിറ്റ്നസ് നൽകിയിട്ടുള്ള വാഹനങ്ങളാണ് പഴയ വാഹനങ്ങൾ എന്ന് പറഞ്ഞാലും. കാരണം അതിന് ടെസ്റ്റും അതിന്റെ മെയിൻ്റെനൻസും ഒക്കെ ചെയ്തിട്ട് നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾക്ക് പഴയ വാഹനങ്ങൾ, അത് 2015 മോഡലാണ് അല്ലെങ്കിൽ 16 മോഡലാണ്, അതിന് ഇന്റർസിറ്റി ഇല്ല, അല്ലെങ്കിൽ അതിന് ട്രിപ്പുകൾ ലഭിക്കുന്നതിന്റെ ഭയങ്കര കുറവുകളാണ്. നമ്പർ ഓഫ് ട്രിപ്പ് കുറവായിരിക്കും. 1000 രൂപയ്ക്ക് പോലും തികച്ച് ചിലപ്പോൾ ഓടാൻ പറ്റിയെന്ന് വരത്തില്ല പഴയ വാഹനങ്ങൾക്ക്. അങ്ങനെയുള്ളൊരു പ്രശ്നവും കൂടെ ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഇപ്പൊ ഇതിനെല്ലാത്തിനും ഉള്ള ഒരു പരിഹാരമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ വരുന്ന 21-ാം തീയതി.